ഹായ് ഡിയേഴ്സ്, മാഫ്റ്റ് ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈമൂന ജലാൽ, തവനൂർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ള കുർത്തിയുടെ സ്റ്റിച്ചിങ് ആണെന്ന്, നമ്മൾ കട്ടിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ലൈനിങ് തുണി നിവർത്തി അതിന് മേലെ നല്ല പീസിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മോൾക്കാക്കി വെച്ചത്. നമ്മൾ ചുരിദാർ സ്റ്റിച്ചിങ് എല്ലാം കണ്ടവർക്ക് അറിയാം. ഇതിൽ നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്യില്ല, ക്യാൻവാസിലാണ് കട്ട് ചെയ്യാറുള്ളത്. ഇത് ബോർഡ് നെക്കാണ്, ഫ്രണ്ടും ബാക്കും ഒരുപോലെയുള്ള നെക്കാണ്. അത് കട്ട് ചെയ്ത് ഞാൻ ക്യാൻവാസ് ബോക്സ് പീസിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. ഇനി നമ്മളിതിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീങ്ങി പോവാതെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് ഇത് അറിയാം കേട്ടോ. പുതിയതായി കാണുന്നവർക്കാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് ഇങ്ങനെ ക്രോസ് കട്ടൊക്കെ കൊടുത്തിട്ട് ആണ് മറിക്കുക. അത് ഞാൻ ഡിസൈനിങ് പാർട്ട് 11ലും 13ലും ക്ലിയർ ആയിട്ട് കാണിക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ക്ലിയറായി വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ലൈനിങ്ങിലേക്ക് ഈ ബോക്സ് പീസിൻ്റെ ആ ഒരു ഭാഗത്തെ മടക്കി അടിക്കണം കേട്ടോ. ആ പീസ് ലൈനിങ്ങിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ പിന്നെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ലൈനിങ്ങിലേക്ക് ബോക്സ് പീസ് സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ 11, 13 പാർട്ട് ഡിസൈനിങ് പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഷോൾഡർ യോജിപ്പിക്കണം. രണ്ട് നെക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുകയാണ്. ഫ്രണ്ട് പീസ് നമ്മൾ ലൈനിങ്ങിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഷോൾഡർ യോജിപ്പിക്കുക. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ലൈനിങ്ങിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് യോജിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ്ങിൽ ചെറിയൊരു ഏപ്പ് ഉണ്ടായിരുന്നു അല്ലേ മോൾ ഭാഗത്തായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നല്ല പീസ് ഈ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെക്കാനായിട്ട്. ഇനി നമ്മൾ ലൈനിങ്ങിന് മേലെ വെക്കാനുള്ള നല്ല പീസ് ഒന്ന് മാത്രം എടുത്തു. അതിൽ നമുക്ക് ആദ്യം ആ കപ്പ് വെക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗത്ത് നമുക്ക് ആ കപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. നമ്മളിത് ലൈനിങ് വെക്കുന്നതിന് മുന്നായിട്ട് ഈ നല്ല പീസിൽ ഇത് യോജിപ്പിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നേരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ് അതിൻ്റെ ലൈനിങ് വെച്ച് ചേർത്തതിന് ശേഷം ഇത് ജസ്റ്റ് മോളിൽ വെക്കുന്നവരുണ്ട്. നമ്മൾ ആ പീസ് വെച്ചതിന് ശേഷം അതാ കണ്ടില്ലേ, ആ പീസിൻ്റെ മേലെ ഇനി നമ്മൾ ലൈനിങ് വെക്കുകയാണ്. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗമാണ് ഇട്ട് വെക്കണത്. ഇതാ മേൾഭാഗം ഇതാണ് കണ്ടില്ലേ. അപ്പോൾ താഴ്ഭാഗത്താണല്ലോ ഈ കപ്പ് വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ മേലെ ലൈനിങ് വെക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി തയ്യൽ തുമ്പ് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ തയ്യൽ തുമ്പ് കാണുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലൈനിങ്ങിന് ഏറ്റവും താഴെ ഭാഗത്ത് വെച്ചിട്ട് ഈ സ്ലീവിൻ്റെ നല്ല പീസ് അതിന് മേലെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളെ കപ്പ് പീസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരെ കൈ കൊണ്ട് അമർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. തുമ്പ് ഭാഗത്ത് കൂടി എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ, കണ്ടില്ലേ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ അത്. ഇനി നമുക്ക് ബട്ടൺ വെക്കാനും വേറൊരു പീസ് കൂടി വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത്. അങ്ങനെ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ലൈനിങ്ങിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ആ ലോങ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പീസ് ഉണ്ട് കേട്ടോ. അത് 2 എണ്ണം ഒരു സ്ലീവിനും 2 എണ്ണം അടുത്ത സ്ലീവിനും. ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് 2 ഇഞ്ച് ഉണ്ട് എടുത്ത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് സെൻറ്റർ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരക്കണം കേട്ടോ. ചെരിച്ച് വരക്കുന്നത് ജസ്റ്റ് ഒരു വേണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതി അതുവരെയൊക്കെ പറ്റുള്ളൂ കേട്ടോ.
ഓവറായി കഴിഞ്ഞാൽ ബോറാണ്. അപ്പോൾ 2 ഇഞ്ചിലേറെ എടുക്കേണ്ട ആവശ്യമില്ല. 2 വീതം പീസ് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് സൂചി കുത്തി നിർത്തി തിരിച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓരോന്ന് പറയാത്തത്. രണ്ടാമത്തെ എഡ്ജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ എഡ്ജും രണ്ടാമത്തെ എഡ്ജും ഇപ്പോൾ ഉള്ള ഈ 2 എഡ്ജും ഒരേ അളവിലാണോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ടേ ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര വീതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്തതിൽ ഒന്നുകൂടി വീതി കുറച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിതിൻ്റെ എഡ്ജെല്ലാം ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നെക്കിലെല്ലാം ചെയ്യണ പോലെ കേട്ടോ. എന്നാലാണ് ഇത് മറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുള്ളൂ. 2 പീസിനെയും മറിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവൊന്ന് കറക്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും വരെ മതി കേട്ടോ ഇതിൻ്റെ പീസ്. അപ്പോൾ ഇതിലേറെ മേലേക്ക് വെക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് എത്ര വെച്ചു എന്നുള്ളത് കണക്കാക്കിയിട്ട് നമ്മൾ ആ ബാക്കി ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് ഞാൻ അതേ അളവിൽ പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യണേ. ബാക്കി പീസ് വേണ്ട. ഇനി ഈ ഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കി വെക്കാം കേട്ടോ. എന്നാൽ ആ തയ്യൽ തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് കാണില്ല. എന്നിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. പിന്നീട് അടുത്തതും അതുപോലെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം. ഇത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കപ്പ് വെച്ചിട്ടുള്ള ആ വീതിയിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ്. അത് തന്നെ നമ്മൾ നല്ല വശത്തും അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ. ഇനി നമുക്ക് കപ്പിൻ്റെ മേലെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. ആ സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു പീസിനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തു, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തി തുടങ്ങി. ഇനി നമ്മൾ ആ ഒരു പോയിൻറ്റിൻ്റെ നേരെ നമ്മൾ ആ ഒരു പീസ് വെച്ചിട്ടുണ്ടോ താഴെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് മേലേക്ക് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കയറുകയാണ് കേട്ടോ. അങ്ങനെ ആ ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഈ പീസിനെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബട്ടൺ തുന്നി പിടിപ്പിക്കുമ്പോൾ അങ്ങനെ തുന്നി പിടിപ്പിച്ചാലും മതി. ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പോൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഷോൾഡറിലേക്ക് സ്ലീവ് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറും കറക്റ്റാക്കി വെച്ച് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല, പാർട്ട് 11-ലുണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സായ ഒരാൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൽ അത്രയും കറക്റ്റായി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഓരോ തവണയും അത് കണ്ടോളൂ എന്ന് പറയണത്. ഇങ്ങനെ നമ്മൾ സ്ലീവ് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടിഭാഗത്തേക്കുള്ള പ്ലീറ്റ് ചെയ്യാനാണുള്ളത് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. താഴെ വശമൊക്കെ കണ്ടില്ലേ, ഞാൻ ആ ലൈനിങ്ങിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. എന്നാലാണ് പ്ലീറ്റ് ചെയ്യുമ്പോൾ ചുളി വരാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പ്ലീറ്റ് ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ബോഡി പാർട്ടിന് താഴെ വെച്ചിട്ട് അതിന് മേലെ ഞൊറിവിടാനുള്ള പീസിൻ്റെ നല്ല ഭാഗം അതിന് മേലാക്കി വെച്ചു. ഇതുണ്ടോ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗമാണ്. ഇത് നമ്മൾ ഞൊറിവിടുന്ന പീസിൻ്റെ സെൻറ്റർ ഭാഗം കാണിക്കുകയാണ്. ആകെ തുണീനെ 4 ഭാഗമാക്കിയിട്ട് എല്ലാ ഭാഗത്തും ചെറിയ വീ കട്ട് കൊടുത്താൽ നമുക്ക് എത്ര പേര് ഞൊറിവിടാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഞൊറിവിടുന്നത് കണ്ടല്ലോ, 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഓരോ ഞൊറിവും ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്കും അത്ര തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. നമ്മൾ ഉള്ളിലേക്ക് നീക്കിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പുറം ഭാഗത്ത് നമ്മൾ കാണുക. ഈ ഭാഗത്തുനിന്ന് കാണുന്നതല്ല അതിൻ്റെ നല്ല ഭാഗം. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. ഡിസൈനിങ് പാർട്ട് 5 കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഞൊറിവിടുന്നത് ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾവശം എത്ര വരും അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്നും കൂടി നോക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ വിശദമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇങ്ങനെ ഞൊറിവിടാൻ എല്ലാവർക്കും ഒത്തിരി സംശയങ്ങളായിരിക്കും. ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത്, കണ്ടില്ലേ. അടുപ്പിച്ചിന് ഞൊറിവിടുണ്ട്. ഇനി എൻ്റെ ഒരു ബാക്ക് വശം ഇതാണ്, ചീത്ത വശം. ഇവിടെ ഇനി നമുക്ക് ലൈനിങ് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ പിടിപ്പിക്കുക കേട്ടോ. ഇതിലെനിക്ക് ലൈനിങ് വെക്കാനുണ്ട്. നമ്മൾ പ്ലേറ്റ് ചെയ്ത പോലെ തന്നെ ലൈനിങ്ങും ജസ്റ്റ് 1-2 പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒരുപാട് പ്ലേറ്റ് ഞൊറിവുണ്ടാകാൻ പാടില്ല. പിന്നെ കണ്ടില്ലേ താഴെ വശത്തേക്ക് ഒത്തിരി ഇറക്കുണ്ടാവരുത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ സ്ലീവിൻ്റെ ആ വശം മുതൽച്ച് നമ്മൾ സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
ഒരു വശം ഫുള്ളായിട്ട് ചെയ്തു, അടുത്ത വശം ബോഡി പാർട്ട് വരെ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ അവിടെ പോക്കറ്റ് വെക്കണ്ടേ. അപ്പോൾ വലതുവശത്ത് പോക്കറ്റ് വെക്കാനായിട്ട് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. സ്കേർട്ടിൽ ബോഡി പാർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് 6 ഇഞ്ചിൽ ഞാൻ ഫസ്റ്റ് അടയാളം ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ 6 ഇഞ്ചിൻ്റെ താഴേക്കാണ് നമുക്ക് പോക്കറ്റ് വേണ്ടത്, കണ്ടല്ലേ, അതിൻ്റെ താഴെ വശമാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ ഒരു ഇത്തിരി ഭാഗം മാത്രമാണ് നമുക്ക് ഓപ്പൺ ഉണ്ടാവും കേട്ടോ. ഒരു 5 ഇഞ്ച് മതിയാവും. 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച്, അതിലേറെ വേണ്ട ഓപ്പൺ കേട്ടോ പോക്കറ്റിൻ്റെ. ഇനി നമുക്ക് ഓപ്പണിൻ്റെ ആ വശം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പണിന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള താഴെ വശം സ്റ്റിച്ച് ചെയ്തു, അവിടെ നിങ്ങൾ മേലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. താഴെ വശം ഫുള്ളാക്കിയിട്ടില്ല, അത് ഫുള്ളാക്കണം, അടിവരെ ചെയ്യണം. ഇനി നമ്മൾ പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ അത് വരും എന്നൊക്കെ വിചാരിച്ചു, ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇനി നമ്മളിത് എങ്ങനെ വെക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് അതിൻ്റെ അളവ് പറയാം. ഇതാ ഫസ്റ്റ് മുതൽ 10 ഇഞ്ച് വരെ ലെങ്ത് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വെടുത്തുണ്ടല്ലോ, മടക്കിയിട്ടൊക്കെയാണ് 6 ഇഞ്ച് വെടുത്തുണ്ട്, മടക്കിയിട്ടിട്ട് തന്നെ. ഇത് നിവർത്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഇത് അത്രയും വശത്ത് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ പീസിൻ്റെ ഒരു വശം മാത്രം സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ പരത്തി പിടിച്ചിട്ട് ഒരു വശത്ത് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്, രണ്ടും കൂടി കൂട്ടിയിട്ടല്ല. നല്ലപോലെ ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം തുടങ്ങാൻ. വെഡ്ഡിങ് വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈപ്പോഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ഇളകിയിട്ടാണ് ഇപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇളകാതെ എടുക്കണം എന്ന് എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് കാണിക്കും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ചെയ്തതാണ്. ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. ഈ വെഡ്ഡിങ് വർക്കിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറ്റേ രീതിയിൽ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ട്രൈപ്പോഡിൻ്റെ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തു. ആ 10 ഇഞ്ച് വരെ നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ആദ്യത്തെ ഒരു ട്രൈപ്പോഡ് ഉണ്ടെങ്കിലും ഇളകാതെ എടുക്കാനൊന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേശ്ശൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ഇത് പൊട്ടിയത്. പിന്നെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കൈ കൊണ്ടാണ് പിടിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ ഒരു വശം കഴിഞ്ഞു. ഇനി അടുത്ത വശം ഇതാ ഞാൻ വെക്കണം, നല്ലോണം ശ്രദ്ധിക്കണം, കണ്ടില്ല ഇതേപോലെ. അപ്പോൾ ചീത്ത വശത്തേക്ക് തന്നെ അതിൻ്റെ തയ്യൽ തുമ്പ് വരും ചെയ്യും. ഇനി ഇതും നമ്മൾ താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഓപ്പൺ ഒരിക്കലും പോകാൻ പാടില്ല. അതിന് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മറ്റേ പീസ് വെച്ച് അതുപോലെ തന്നെ ഇങ്ങനെ താഴേക്ക് വരികയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ക്ലിയർ ആവണമല്ലോ. ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ പോക്കറ്റ് ചെയ്തിട്ട് കണ്ടോ, ഒരു വശത്തേക്ക് ഇങ്ങനെ ഇതാ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡ് വശം നമുക്ക്, അടിവശം മുകൾ വശം നമുക്ക് ചെയ്തെടുക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓപ്പൺ ആണിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കറ്റ് ക്ലിയർ ആവും. അപ്പോൾ അതിന് മുന്നേ നല്ല വശം ഒന്ന് മറിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതാ കണ്ട പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം, അവിടെ നമുക്കൊരു പ്രസ് അടി കൊടുക്കാനുണ്ട്. ഇതുപോലെ ഇങ്ങനെ പോക്കറ്റിൻ്റെ വശത്തേക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ 2 ഭാഗത്തും ചെയ്തെടുക്കണേ. ആ ഭാഗം ചെയ്യാനായിട്ട് ഉള്ളിൽ കുടുങ്ങാതെ ക്ലിയറായിട്ട് പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ക്ലിയറായിട്ട് അത് ചെയ്തെടുക്കണം. ഇപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടല്ലേ. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടി ഒരു പ്രസ് അടി കൊടുക്കാനുണ്ട്. കാണുന്ന രീതിയിൽ തന്നെ കൊടുക്കണം അത്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ പരത്തി പിടിച്ചിട്ട് പോക്കറ്റിൻ്റെ താഴെ വശം മേലെ വശം നമ്മൾ ഓപ്പൺ അടച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ആ ഭാഗത്ത് കൂടിയാണ് നമ്മളിതിനെ പിടിച്ചിട്ട് പ്രസ് ചെയ്യാൻ ഒരുങ്ങുന്നത് കേട്ടോ. പുറം ഭാഗത്തേക്ക് കാണുന്നൊരു സ്റ്റിച്ചാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സൈഡ് ഓപ്പണൊക്കെ ചെയ്തല്ലോ, അതുപോലെയൊക്കെ ക്ലിയർ ആയിട്ട് വേണം ചെയ്യാൻ. ഇതാ ഓരോ എഡ്ജ് എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി തിരിച്ച് കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് മൊത്തത്തിൽ തിരിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും നമ്മളെ പോക്കറ്റിൻ്റെ പീസ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതൊക്കെ വേണം ശ്രദ്ധിക്കണം.
എന്നിട്ട് നമ്മൾ ഇതാ സൈഡ് വശത്തേക്ക് ഒരല്പം സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളവിടെ സൂചി കുത്തി നിർത്തി തിരിച്ചെടുക്കണം. അപ്പോൾ ഈ തിരിച്ചെടുക്കുമ്പോൾ നമ്മളെ മൊത്തത്തിൽ തുണികളും നമ്മളെ കയ്യിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ എങ്ങനെയുണ്ട് മേലെ വരെ ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മേൽവശം കണ്ടില്ല, ഇതാണ് നമ്മളെ പോക്കറ്റ്. അപ്പോൾ ഇനി മേൽവശമൊക്കെ അയൺ ചെയ്താൽ ക്ലിയർ ആവും. ഇനി നമുക്ക് താഴെ വശം 2 സൈഡും നമ്മൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഉൾവശം ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഇനി നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ആണെങ്കിൽ നമുക്ക് നല്ല വശത്തുനിന്ന് പോക്കറ്റ് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഉൾവശത്തേക്ക് കൊടുക്കാം കേട്ടോ ഈ സ്റ്റിച്ചിങ്. ഞാൻ ഏതായാലും ഓവർലോക്ക് ചെയ്യാണ്. അപ്പോൾ പിന്നെ പുറത്തേക്ക് ആയതിന് ഭംഗി കുറവൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, ലൈനിങ്ങിൻ്റെ മാത്രം. മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്തു, പോക്കറ്റ് ചെയ്തു, ഓവർലോക്ക് ചെയ്തു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഓവർലോക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങിനെ സ്വന്തമായിട്ടാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യണത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് അടിവശം മടക്കിയെടുക്കുന്ന പരിപാടി കൂടിയുള്ളൂ. ഇത് നേരെയുള്ള പീസ് ആയതുകൊണ്ട് 2 മടക്കിലും നേരങ്ങ് സ്റ്റിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് വിശദമായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഈ ഒരു ടോപ്പിന് ഞാൻ ഫ്ലഷ് ഫിഗറിലൊന്നും കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. ഇതൊരു മുട്ട് വരെ ഇറക്കമുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ താഴെ സിഗരറ്റ് പാൻ്റ് ആയതിനെ കൊണ്ട് നമുക്ക് നല്ല ലെങ്ത്ത് ഇത് പാടില്ല. അപ്പോൾ കുർത്തി ആകുമ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ബൈ.